കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ശതമാനം 12%. ലിറ്ററസി 12%. മനുഷ്യന്റെ ശരാശരി ആയുസ്, ഇന്ത്യക്കാരന്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യയെ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്.